ഇന്നത്തെ നമ്മുടെ പരിപാടി ചെന്ന് കാലത്ത് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും പോയ സ്ഥലത്തേക്ക് പോകാണ്ട് സ്പെഷ്യലായിട്ടൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ആരും പോകാത്തൊരു അമ്പലം, അധികം ആർക്കും അറിയാത്തൊരു അമ്പലം. അതാണ് നമ്മൾ ഇന്ന് പോകാൻ പോണ അമ്പലം. ആ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പോകാൻ പോണ അമ്പലത്തിൻ്റെ പേര് വരാഹി ദേവിയുടെ അമ്പലമാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞാണി പോണ റൂട്ട്. കാഞ്ഞാണിന്ന് പെരിങ്ങോട്ടുകര പോണ വഴിയിൽ അന്തിക്കാട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ ലെഫ്റ്റിക്ക് പോണ വഴിയിലാണ് ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ വരുന്നത് വരാഹി ദേവി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൊക്കേഷനാണ്. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. ഒരു പാടത്തിന് അടുക്കിൽ ഈ അമ്പലം വരണേ. അതിന് ചുറ്റും പാടായി ചെറിയൊരു തോടും അതിൻ്റെ ഉള്ളിൽ കുറേ താമരപ്പൂക്കളും എല്ലാവരും വളരെ ഭംഗിയുള്ളൊരു അമ്പലമാണ്. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. വളരെ പവർഫുള്ളായിട്ടുള്ള ദേവിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ആകെ ഒരു മൂന്നാല് അമ്പലം കൂടെ ഉള്ളൂ എൻ്റെ അറിവിൽ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ മെയിനായിട്ട് വരുന്നത് ഇവിടുത്തെ വഴിപാടെന്ന് വരുന്നത് കൽപ്പസമർപ്പണമാണ്. ഫസ്റ്റ് ടൈമായിട്ട് വരുന്ന ഒരു കൽപ്പസമർപ്പണമാണ് ചെയ്യുക. പിന്നെ അവിടെ പോയി അവർ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയും എന്തിട്ട് വഴിപാടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആള് വലിയ പ്രശ്നമുള്ള അമ്പലമൊന്നുമല്ല. എല്ലാവർക്കും സാധാ വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പരമാവധി ജസ്റ്റ് ഒന്ന് വരാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ട്രിപ്പ് ടോക്ക് ഫാമിലി.